ഹലോ ഗൈസ്, നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോയാലോ? എന്തിനാണ്, എവിടെയാണ് എന്നുള്ളതെല്ലാം പറയാം. ഇന്നേക്ക് ഏപ്രിൽ 28 ഈ ഫംഗ്ഷൻ നടക്കുന്നത്. എൻ്റെ കസിൻ സിസ്റ്ററുടെ മകൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അനിൽകുമാർ ഗ്രീഷ്മ ദമ്പതികളുടെ മകൻ റയാൻഷിൻ്റെ 1ാം പിറന്നാളാണ് ഇന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷ്വൽസും മറ്റുമൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എല്ലാവരും ചേർന്ന് വളരെ നന്നായി തന്നെ ആഘോഷിച്ചു. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള കാഴ്ചകളും മറ്റുമൊക്കെയാണ് കാണുന്നത്. കൃത്യസമയത്ത് തന്നെ ഈ ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ബന്ധുക്കൾ എല്ലാവരുമായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്തുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. എല്ലാ ആൾക്കാരും കൃത്യസമയത്ത് തന്നെ കുഞ്ഞിൻ്റെ പിറന്നാളിന് എത്തിച്ചേർന്നായിരുന്നു. അപ്പോൾ ഓരോ കുടുംബാംഗങ്ങളും വളരെ സജീവമായി തന്നെ പങ്കെടുത്ത ഒരു ആഘോഷം തന്നെയായിരുന്നു ഈ ഒരു പിറന്നാൾ. മുഖ്യമായും ഒരു കുഞ്ഞ് ജനിക്കുക, അത് ഏതൊരു അച്ഛനമ്മമാരുടെയും വളരെ പ്രതീക്ഷകളും എല്ലാം അർപ്പിച്ചു അവരുടെ ഒരു പാരൻസായിട്ടുള്ള ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുക, ഇതെല്ലാം വളരെ നന്നായി. ഇതാ കണ്ടില്ലേ, കുട്ടിക്കുറുമ്പൻ്റെ വികൃതികളെല്ലാം ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ വളരെ രസമുള്ള കാഴ്ചകൾ തന്നെയാണ്. അതെല്ലാം കണ്ടു. അപ്പോൾ അവിടെ എല്ലാം നടന്ന് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നടക്കുകയാണ് നമ്മളെ കുട്ടിക്കുറുമ്പൻ. അപ്പോൾ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുകൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അടുത്തായിട്ട് തന്നെ നമ്മൾ പ്രോഗ്രാം സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യും. 7 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇപ്പം അത്യാവശ്യം ചേർന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും വളരെ സജീവമായി തന്നെ പങ്കെടുത്തായിരുന്നു. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ കേക്ക് കട്ടിങ് സെറമണിയൊക്കെ തന്നെ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കുടുംബാംഗങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ തന്നെ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഇനി അടുത്ത കേക്ക് കട്ടിങ്ങിനായിട്ട് എല്ലാവരും ക്ഷമയോടുകൂടിയിട്ട് കാത്തിരിക്കുകയാണ്. കൃത്യസമയത്ത് തന്നെ പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ കസിൻ സിസ്റ്റർ ഷാരു, പിന്നെ കസിൻ സിസ്റ്റർമാർ, അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റേജിൽ റയാൻഷിൻ്റെ പേരൻസും എല്ലാവരുമായിട്ട് നിൽക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മ്യൂസിക്കൊക്കെ ആരംഭിച്ചായിരുന്നു. അങ്ങനെ മുഖ്യമായിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൈ ബ്ലൂ കളർ തീമിലുള്ള ഡ്രസ്സാണ് ഞങ്ങളെല്ലാവരും വെയർ ചെയ്തിരിക്കുന്നത്. അതാണ് ഡ്രസ് കോഡ്. അപ്പോൾ അതെല്ലാവരും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുമായിട്ട് വളരെ നന്നായി പോകുന്ന സ്റ്റേജും ഡെക്കറേഷനുമാണ് എടുത്തു പറയേണ്ട. നല്ലൊരു ആംബിയൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിൽ വളരെ ഇന്നേക്ക് 1 വയസ്സ് തികഞ്ഞു. അടുത്തതായി പറയേണ്ടത് നമ്മൾ അപർണയുടെ ആങ്കറിങ് ആണ്. അപ്പോൾ അനിലിൻ്റെ സഹോദരിയാണ് അപർണ. അപ്പോൾ അപർണ ആദ്യമായിട്ട് തന്നെ ഒരു ആങ്കറിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് അത് കുറച്ചും കൂടെ നല്ല ഹൈലൈറ്റ് ആക്കാൻ സാധിച്ച ഒന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാ കുടുംബാംഗങ്ങളെയും ഈ കേക്ക് കട്ടിങ്ങിനായിട്ട് ക്ഷണിച്ചു കൊള്ളുന്നു. അപ്പോൾ കുഞ്ഞമ്മ ഫാമിലി, അതുപോലെ തന്നെ അനിൽകുമാർ ഫാമിലി, അപ്പോൾ ഇവരെല്ലാവരും സ്റ്റേജിൽ വന്നു കേക്കൊക്കെ മുറിച്ച് അതിൽ സജീവമായി തന്നെ പങ്കെടുത്തു. അപ്പോൾ കുഞ്ഞിന് ഇനി മധുരം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാമാണ് നിങ്ങളായിട്ട് കാണുന്നത്. ഇതെല്ലാം കൊണ്ടും വളരെ നല്ലൊരു സന്തോഷനായിട്ടുള്ളൊരു നിമിഷം തന്നെ ആയിരുന്നു കടന്നു പോയത്. അപ്പോൾ ഈ ഒരു വിഷ്വൽസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. അത് ഇനി ഈ ഒരു ഫംഗ്ഷൻ എത്തിച്ചേരാത്ത ഓരോരുത്തരെയും ഇതിലുള്ള സജീവമായി പങ്കെടുത്ത എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുക. മാക്സിമം എല്ലാ കുടുംബാംഗങ്ങളെയും കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ വളരെ നന്നായി സജീവമായി തന്നെ നടന്നു. പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു ഗൗണാണ് അന്നത്തേക്ക് വെയർ ചെയ്തിരിക്കുന്നത്. അത് ഈ ഒരു ഈ ഡ്രസ് കോഡുമായിട്ട് വളരെ നന്നായി തന്നെ പോകുന്നു. അപ്പോൾ എല്ലാം നല്ല സജീവമായി സന്തോഷമായിട്ട് ആഘോഷിച്ചു. ഒരു ഒത്തുകൂടൽ മാത്രമല്ല, വിശേഷങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവയ്ക്കാനൊക്കെ സാധിച്ചു. നല്ലൊരു നമ്മൾ ഒരു പേരൻസ് എന്നുള്ള നിലയിൽ ഇപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജനനത്തോടുകൂടി അവർ ഉത്തരവാദിത്തങ്ങളോടുകൂടി തന്നെ ഒരു നല്ല അച്ഛനമ്മമാരാകുന്നതിൻ്റെ അങ്ങനെ ഓരോ
അവൻ്റെ ജനനം മുതൽക്കുള്ള ഓരോ കാര്യങ്ങളും അങ്ങനെ അപർണ വിവരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഞങ്ങളെ കസിൻ സ്വാതി ആങ്കറിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കുടുംബാംഗങ്ങളെയും ഇനി ഫോട്ടോസ് എടുക്കാനായിട്ട് ക്ഷണിച്ചോളൂ. അപ്പോൾ സ്റ്റേജിലോട്ട് ഓരോരുത്തരായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വളരെ സജീവമായി തന്നെ പങ്കെടുത്തു. അപ്പോൾ എടുത്ത് പറയേണ്ട ഒന്നാണ് രവികുമാർ അങ്കിൾ ആൻഡ് ഫാമിലി. അവരുടെ വളരെ സജീവമായി തന്നെ പങ്കെടുത്താണ് അവർ പറയേണ്ടതാണ്. പിന്നെ ഈ രണ്ട് ആൻറ്റിമാർ എൻ്റെ അമ്മയുടെ കസിൻസാണ്. അപ്പോൾ അവരെൻ്റെ ബ്ലോഗിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ വളരെ നന്നായി തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പങ്കുവെച്ച് നിന്നു. ഇതെൻ്റെ ചേട്ടത്തി മകൻ ആദി. അങ്ങനെ ഇപ്പോൾ ഓരോരുത്തരായിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വാതിയുടെ ഫാദറിനിലോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത് കൊച്ചിച്ചൻ നിൽക്കുകയാണ്. അപ്പോൾ കൊച്ചിച്ചൻ, കുഞ്ഞമ്മ എല്ലാവരും ചേർന്ന് വളരെ സജീവമായിട്ട്. അപ്പോൾ എല്ലാവരും ഇനി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കുഞ്ഞുമായിട്ട് ചേർന്ന്. അതിൽ നന്നായി തന്നെ അവൻ്റെ ഒരു വർഷത്തെ ആ ജേർണി കാണിക്കുന്ന ഒരു ബോർഡൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ കാണിക്കും. അപ്പോൾ എല്ലാ കുടുംബാംഗങ്ങളും ഇങ്ങനെ സജീവമായിട്ടിരുന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ഓരോ വിശേഷങ്ങളും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാ അമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അവരെല്ലാവരും ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിന് ശേഷം ഒരു നന്ദി പ്രസംഗവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആഘോഷത്തിന് പങ്കുചേർന്ന എല്ലാവരോടും നന്ദിയൊക്കെ പറയുന്നു. അപ്പോൾ അതിന് ശേഷം ഇനി ഫുഡൊക്കെ കഴിക്കുക എന്നുള്ളൊരു ഇതിലേക്കാണ്. അപ്പോൾ എല്ലാവരും അതിന് മുമ്പായിട്ട് ഒത്തുകൂടി സംസാരിച്ച് അങ്ങനെ കളിച്ച് ചിരിച്ചൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ഫുഡ് തന്നെയാണ്. ഇത് ഹോട്ടൽ ബ്ലൂ കാസിൽ വഴയിൽ വെച്ചാണ് ഈ ഒരു ഫംഗ്ഷൻ നടന്നത്. അപ്പോൾ അവിടെയുള്ള ഈ ഒരു ആംബിയൻസും പ്രത്യേകിച്ച് ആ ഒരു ഫുഡ് വളരെ നന്നായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടർ ഒരു സൂപ്പിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. നല്ല ക്രീമി സൂപ്പ് ഉണ്ടായിരുന്നു, അതുപോലെ ടൊമാറ്റോ സൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ക്രീമി സൂപ്പ് തന്നെയാണ് എടുത്ത് കഴിച്ചത്. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. അതിനുശേഷം ഫ്രൈഡ് റൈസ്, ചിക്കൻ, കോളിഫ്ലവർ കറി, അപ്പോൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ കുട്ടി ഇങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഒത്തുകൂടി നിൽക്കുക. അപ്പോൾ കുഞ്ഞമ്മ, കൊച്ചിച്ചൻ, അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനും ഫുഡ് കഴിക്കുന്നത്. അത് വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. തന്നെ ആസ്വദിച്ച് കഴിക്കുകയാണ്. പിന്നെ ഇപ്പോൾ എന്തായാലും ഫങ്ഷനൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി ഓരോരുത്തരായി പോയി തുടങ്ങി. അതിനുശേഷം അങ്ങനെയായിരുന്നു ഞങ്ങൾ അവസാനം ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. എന്തിരുന്നാലും റയാൻഷിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ ഈ ഒരു 1ാം പിറന്നാൾ നമ്മൾ വളരെ നന്നായി തന്നെ ആഘോഷിച്ചു. പിന്നെ ഇനി അടുത്ത് റയാൻ ഷൂട്ടൻ ഫുഡൊക്കെ കഴിക്കുന്നു. അപ്പോൾ അതാണ് കാണുന്നത്. അപ്പോൾ അപർണ വാരി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ റെയിംസൊക്കെ വെച്ചിരുന്നാണ് പുള്ളി ആസ്വദിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതായാലും ഓരോ ഫംഗ്ഷനും വളരെ നന്നായി സജീവമായി തന്നെ നമ്മൾ നടത്താനും അതിൽ പങ്കെടുക്കാനും ഒക്കെ സാധിക്കുന്നതിൽ അപ്പോൾ എല്ലാം വളരെ നന്നായി തന്നെ മംഗളമായിട്ട് തന്നെ അവസാനിച്ചു. അപ്പോൾ എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി അടുത്തതായിട്ട് ചേട്ടാനുജന്മാരെങ്ങനെ ഇരുന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒത്തുകൂടി ഇനി നമ്മളത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരുമായിട്ട് അവസാനമായിട്ട് കണ്ട് സംസാരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഇനി ഓരോ ഫങ്ഷൻസും നമ്മൾ ഇതുപോലെ തന്നെ വളരെ നന്നായി സജീവമായി തന്നെ ആഘോഷിക്കുക എന്നുള്ളൊരിത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോസ് ഇഷ്ടമായാൽ എന്തായാലും താങ്ക് യു ആൾ.